ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗിയർ ഇല്ലാത്ത സൈക്കിളുകളിൽ നമ്മൾ ഗിയർ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം 1800 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ ഫുൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അതിൽ പെഡല് ഫുള്ള് സെറ്റ് കാര്യങ്ങൾ, ചെയിൻസ്, അതുപോലെ തന്നെ ഗിയറിൻ്റെ കേബിള്, എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം, താല്പര്യമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. പെഡലിൻ്റെ ഫുൾ സിസ്റ്റം വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ തന്നെ ഇത് ഗിയറിൻ്റെ ഫുൾ സിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയിന്, ഇവിടെ ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം വരുന്നുണ്ട് വിത്ത് കേബിള്. കേബിളിൻ്റെ പുറത്തുള്ള അഡീഷണൽ വരുന്ന വയറ് കാര്യങ്ങളൊക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരിക. അപ്പോൾ ഇതാണ് ബിഫോർ വ്യൂ. അപ്പോൾ നമുക്ക് ഹെർക്യൂലിസിൻ്റെ സൈക്കിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ടയർ ആദ്യമായിട്ട് അയക്കേണ്ടതായിട്ടുണ്ട്. നോർമലി നിങ്ങൾക്ക് തന്നെ അയക്കാവുന്നേ ഉള്ളൂ. സൈക്കിൾ ഒന്ന് ഓപ്പോസിറ്റ് വെച്ചിട്ട് അയക്കുക. അപ്പോൾ നമ്മൾ ബിഫോർ വ്യൂ ആണ് ഈ കാണുന്നത്, നോർമലുള്ള. അപ്പോൾ ഈ ഇതിൽ വരുന്ന ബാക്കിൽ ടീത്തും കാര്യങ്ങളൊക്കെ വരുന്ന സിസ്റ്റം ഫുള്ളായിട്ട് ഊരണം. അപ്പം ഇതുപോലെ ആ ഒരു ഹോളിൻ്റെ അകത്ത് അതിന് ഏരോ ഡയറക്ഷൻ ഉണ്ടാവും, അതിന് വെച്ച് കണക്കായിട്ട് നമ്മൾ പതിയെ തട്ടി തട്ടി ഊരുക. അതല്ല ഇതിൻ്റെ കറക്റ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഊരാം. ഇതാണ് സിസ്റ്റം, ഫുൾ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഞാൻ ഊരുന്ന സമയത്ത് ഫ്രണ്ട് പോർഷൻ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ അവിടെ ഏരോസ് കാണാം, ടു റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരോസ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ തിരിക്കേണ്ടത്. ഇതിൻ്റെ ടൂൾസ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ടൂളില്ല. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള ആ ഒരു പാർട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഊരിയെടുക്കുന്നത്. അതും കൂടി ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പുതിയ ആ ടീത്ത്, ഗിയറിൻ്റെ ടീത്ത് 6 സ്പീഡാണ് വരുന്നത്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് ഷൂട്ടാവും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സൈക്കിളിനും പുതിയ ടീത്ത് ഷൂട്ടാവും. അതാ ഈ ഒരു സാധനമാണ് ഞാൻ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നത്, അതാണ് ഞാൻ തട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പൂർണ്ണമായിട്ട് നമ്മളതിൽ നിന്ന് ഊരിയെടുക്കുക. ചിലപ്പോൾ ഊരിയെടുത്ത് കഴിഞ്ഞാലും ഈ ഒരു ഇത് ബാലൻസ് വരും, അതിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും കയറില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ ത്രെഡ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതായത് ഇൻബിൽട്ടായിട്ട് അതിൻ്റെ ഫ്രെയിമിന് വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ ബോൾ ബെയറിങ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈസിയായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള 2 നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട് അപ്പുറം ഇപ്പുറം വരുന്നത്, അതൊക്കെ അഴിക്കുക. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിയറിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്ന ആ ഒരു വശത്തോട്ട് കുറച്ചും കൂടി ലെങ്ത് കൂട്ടണം. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് അഴിച്ചു. കുറച്ച് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് കുറച്ച് ലൂസാക്കി, റൈറ്റ് സൈഡിലോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അതിനുശേഷം ബോൾ ബെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെയിം അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഉണ്ടായത്. അപ്പോൾ ആവശ്യമുള്ള ഇതിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഗ്രീസാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. അതൊക്കെ 2 വശത്തും വെച്ചിട്ട് കറക്റ്റായിട്ട് നെട്ടാൻ പൊട്ടും. ഓവർ ടൈറ്റ് ആക്കാതെ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ തിരിയാൻ ഭാഗത്തിന് എല്ലാ ബോൾസും അപ്പുറം ഇട്ടതിന് ശേഷം കറക്റ്റ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്, എന്നിരുന്നാൽ പോലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ബോൾ ബെയറിങ് കാര്യങ്ങളൊക്കെ ഇട്ടു. ഒരു സൈഡിലോട്ട് നമ്മൾ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും നെട്ടാൻ ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, കറക്റ്റ് വെച്ചിട്ട് ത്രെഡ് പോകാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് ഇതുപോലെ ടൈറ്റ് ആവുന്നതാണ്. വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, ടൂൾസ് ഒന്നും വേണ്ട ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സൈക്കിൾ റൺ ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് നമ്മളൊരു ബുഷ് ഇടേണ്ടതായിട്ടുണ്ട്. ബുഷ് നമുക്ക് ടൂളിൻ്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ഇതുപോലുള്ള ബുഷ് കിട്ടും. അപ്പോൾ അതായത് ഉള്ളിൽ നിന്നും പുറത്തോട്ടൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഫ്രെയിമിന് തട്ടാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ സൈസ് നോക്കുക. ഈ ഫ്രെയിം നമ്മൾ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഒന്ന്
ടൂൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചു പിടിച്ച് കുറച്ച് ചെറുതായിട്ടൊന്ന് വലുതാക്കാം. അതുപോലെ തന്നെ ഗിയറിൻ്റെ സിസ്റ്റം ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെ അടിയിലൊരു നട്ടാൻ ബോൾട്ട് സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ ഒരു യു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ ഷേപ്പ് വരുന്നത് കറക്റ്റ് ഇതിൻ്റെ മോൾ പോർഷനിൽ വെക്കുക. താഴെ അഡീഷണൽ വരുന്ന വശം അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ അങ്ങനെയും വെക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ്. അത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു വാഷർ, അഡീഷണൽ ആയിട്ടുള്ള ഒരു വാഷർ ഉള്ളിലും പുറത്തും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വാഷർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വാഷറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വാഷർ വലുതാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള വാഷർ തന്നെ ഇടുക, അല്ലെങ്കിൽ ഒന്നിന് പകരം രണ്ടെണ്ണം ഇടാം. അപ്പം കുറച്ചും കൂടി ഒരു ബലം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ലാസ്റ്റ് ഉള്ളതിലിടുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഉള്ളതിലിടുക, അല്ലെങ്കിൽ ഈ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏതാണോ ടീത്തിൽ അതിലിടുക. അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന രീതി നമുക്ക് ഫസ്റ്റ് വരുന്നത് അവിടെ ബ്ലാക്ക് ടീത്തിൻ്റെ ഇടയിലൂടി എടുക്കുക, അതിന് ശേഷം വലിക്കുക. അതുപോലെ തന്നെ റെഡ് ടീത്തിൻ്റെ കൂടെ ഉള്ളിലൂടെ എടുക്കുക, അത് പുറത്തോട്ട് വലിക്കുക. ഇത് നമുക്ക് മൂവബിൾ ആണ്. അതായത് നമ്മൾ ചെയിന് പൂർണ്ണമായിട്ടും ആ ഫ്രണ്ട് സ്പോക്കറ്റിലോട്ട് ഇടുന്ന ആ സമയത്ത് ഫ്രണ്ടിലോട്ടൊന്നും ഇത് മൂവബിൾ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു രീതിയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഫ്രണ്ടിലോട്ട് തള്ളിപ്പിടിക്കുക, നമുക്ക് ഫ്രണ്ട് പോക്കറ്റിലോട്ട് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയിൻ നമ്മൾ കട്ട് ചെയ്യും കാര്യങ്ങളൊന്നുമില്ല, ഇത് ജോയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹാമർ വെച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇളകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് രണ്ട് എൻഡും പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിടാൻ പോവാണ്. ടീത്തും കാര്യങ്ങളൊക്കെ ഏതിലാണോ സ്ട്രൈറ്റ് വരുന്നത്, അതായത് അടിവശത്തെ ആ ഒരു പോർഷൻ സ്ട്രൈറ്റ് വരുന്നത് ഏതിലാണ് അത് നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ നമ്മളിത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആ ടീത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പെഡലിൻ്റെ കാര്യങ്ങളൊക്കെ ആ സെറ്റ് ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ട് അങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ സിസ്റ്റം ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നെട്ടാൻ ബോൾട്ടും കാര്യങ്ങളൊന്നും ടൈറ്റ് ചെയ്യുന്നില്ല, ഒരു മിനിമം എന്നുള്ള രീതിയിൽ ടൈറ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലെ ഒരു ഗ്രിപ്പ് അത്യാവശ്യം ടൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോഴ്സ് ചെയ്ത് വലിക്കാം. അതല്ലാണ്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് അയക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എലങ്കി വരുന്നുണ്ട്. എലങ്കി നമ്മൾ ഇതുപോലെ ആ ഒരു ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ നമ്മൾ ലൂസാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വെച്ചതിന് ശേഷം ഒന്ന് ഇറങ്ങി വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അതിൻ്റെ കേബിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അഡീഷണൽ ആയിട്ടുള്ള കേബിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗ്രീസാണ്. ഗ്രീസ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്യുവർ ആയിട്ടുള്ള നല്ല ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഗ്രിപ്പ് എൻഡിൽ വശത്ത് വരുന്ന ഒരു ഗ്രിപ്പ് അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രിപ്പ് ഒന്നുമില്ല, അതായത് നമ്മൾ മുകളിലോട്ടും താഴോട്ടും ഗിയർ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന ആ ഒരു നോബ് മാത്രമാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇവിടെ ഗ്രീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേബിളിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷൻ അതിൻ്റെ അകത്തോട്ട് കയറ്റുക. അങ്ങനെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ അപ്ലൈ ചെയ്തു അതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ളായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ ഓരോ സൈസിന് കണക്കായിട്ട് ചിലപ്പം നമുക്ക് കേബിൾ കുറച്ച് അഡീഷണൽ ആയിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അഡീഷണൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ എവിടെയെങ്കിലും മടക്കി വെക്കാം. അതായത് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫ്രണ്ടിലെ ആ ഒരു ഗിയറിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കണം. അതുപോലെ തന്നെ എൻഡിലെ പോർഷൻ വരെ വരണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹാൻഡിൽ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കേബിൾ വലിയാനോ ഇതാണെന്ന് പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ആവുന്ന ഒരു സ്പേസും കൂടി നമ്മൾ വിടുക. ജസ്റ്റ് ഒരു കേബിൾ ടൈ എവിടെയെങ്കിലും ഒന്ന് വെക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന്. അപ്പോൾ ഈ കേബിളിൻ്റെ എൻഡിലുള്ള ആ ഒരു ചെറിയ ഒരു ക്ലിപ്പ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തിട്ട് അതിൻ്റെ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വീണ്ടും റീഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ഇത് കറക്റ്റാണ്. ഹാൻഡിലിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വെച്ചു. ഇത്രയും അഡീഷണാലിറ്റി ആണ് വരുന്നത്. അപ്പോൾ പ്ലെയർ വെച്ചിട്ട് ആ ഒരു എൻഡിൽ അഡീഷണൽ ആയിട്ട് വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നോർമൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കേബിൾ ടൈ കുറച്ച് അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ എൻഡിൻ്റെ ഒരു മെറ്റലിൻ്റെ പോർഷൻ വരുന്നുണ്ട്, ക്യാപ്പ്, അത് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആ കേബിള് നമ്മുടെ ഗിയറിൻ്റെ ടീത്തൊക്കെ വരുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ ഹോളുണ്ട്, ആ ഹോളിലൂടെ വെച്ചു. അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഫ്രണ്ടിലെ ഒരു നോബിൻ്റെ അകത്തോട്ട് കൃത്യമായിട്ട് ടൈറ്റായിട്ട് കയറി നിൽക്കണം. അതായത് ഇവിടുന്ന് വലിക്കുമ്പോൾ അത് അവിടെ കറക്റ്റ് ആണോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യണം. അതല്ലാണ്ടെങ്കിൽ ഗിയർ വീഴില്ല. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടായത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതുപോലെ കൃത്യമായിട്ട് അപ്പുറവും ഇപ്പുറവും കറക്റ്റായിട്ട് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കേബിൾ നന്നായിട്ട് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ ക്ലിപ്പ് വരുന്നുണ്ട്, ആ ക്ലിപ്പിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടുള്ള പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് അവിടെ തന്നെ. ഗിയർ ഇപ്പം പൂർണ്ണമായിട്ടും അതിൻ്റെ ഗിയറും കാര്യങ്ങളൊന്നും വീഴുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്ന കേബിൾ നമുക്ക് ചെയിൻ്റെ അകത്തോട്ട് പോകാത്ത രീതിയിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മടക്കി വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അടുത്ത ഡിഫിക്കൽട്ടി ഉണ്ടായത് ഇവിടെ നമ്മൾ ബാക്ക് ഡിസ്കിൻ്റെ ആ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതിട്ട് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ചെറിയ ബുഷുകളുണ്ട്. അപ്പോൾ ബുഷുകളുടെ എണ്ണം നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലോട്ട് തട്ടുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിലോട്ട് തട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഇഷ്യൂസ് ആണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളിൽ അഡീഷണൽ ഒരു വാഷേഴ്സ് ഇടുക. അപ്പം കുറച്ചും കൂടി നമുക്ക് സ്പേസ് അവിടെ കിട്ടും. ഉള്ളിൽ വാഷർ ഇടുക, അതുപോലെ തന്നെ പുറത്തും വാഷർ ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി ബലവും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മളതിൽ ഡിസ്കിൻ്റെ ഉള്ളിൽ വരുന്ന വാഷേഴ്സ് കുറക്കുക. മാക്സിമം കുറക്കാൻ തന്നെയാണ് ഉണ്ടാവുക. കുറക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് റൊട്ടേറ്റ് വീലൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന ഒരു ഡിഫിക്കൽട്ടി ഇത് മാത്രമായിരുന്നു. അപ്പോൾ ഉള്ളിൽ ബുഷ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ബുഷ് ഇട്ടിട്ടുണ്ട്. അതായത് ഫ്രെയിമിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുഷും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഫേസ് ചെയ്ത ഇഷ്യൂസ്. വേറെ മെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ മെയിൻ ഹബ്ബ് ചെയിൻ സ്പോക്കറ്റിൻ്റെ ഒരു 6 സ്പീഡിൻ്റെ ഹബ്ബ് റിമൂവ് ചെയ്യുന്ന അതാണ് ഒരു മെയിൻ ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അടുത്തൊരു ഇഷ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഫുൾ ഗിയർ വീഴുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഫുൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇവിടെ 2 സ്ക്രൂസ് കാണാൻ വേണ്ടി പറ്റും. അത് മുകളിലോട്ടും അതുപോലെ തന്നെ സൈഡിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂസ് ആണ്. അത് നിങ്ങളൊന്ന് ഉള്ള ആ ഒരു പോർഷനിൽ തന്നെ നമ്മളത് റൺ ആവുന്നുണ്ടോ, കറക്റ്റ് ഗിയർ മാറുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ബെയറിങ്ങിൻ്റെ പെഡലിൻ്റെ ആ ബെയറിങ്ങിൻ്റെ അതേ സ്ട്രെയിറ്റ് തന്നെയാണ് ഇത് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. മാക്സിമം ഇഷ്യൂസ് ഇതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഗിയർ വീഴുന്നില്ല വെച്ചിട്ട് സാധനം റിട്ടേൺ ഒന്നും അടിക്കണ്ട. ഈ ഒരു വരുന്ന 2 സ്ക്രൂസ് ഒന്ന് ടൈറ്റാക്കി നോക്കുക, അല്ലെങ്കിൽ മറ്റൊന്ന് ലൂസാക്കി നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഊരി വീഴുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ നട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ വാഷേഴ്സ് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉള്ളിൽ ഒരു ചെറിയൊരു ബുഷ്, ഒരു 1.5 ഇഞ്ചിൻ്റെ ബുഷ് നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ സൈക്കിളിൻ്റെ സൈസിന് കണക്കായിട്ട് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഉള്ളിലും പുറത്തും ഓരോ വാഷേഴ്സ്, ഉള്ളിൽ കുറച്ച് വലിയ വാഷറാണ് കൊടുത്തത്, പുറത്ത് കുറച്ച് ചെറിയ വാഷറാണ് കൊടുത്തത്. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കണം കൃത്യമായിട്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, എത്രയാണ് ഡിഫിക്കൽട്ടീസ് വരിക. അപ്പോൾ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ നന്നായിട്ട് നല്ല പ്യുവറായിട്ടുള്ള ഓയിൽ, ഗിയർ ഓയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് മാറ്റുന്ന രീതി, ഇവിടെ വരുന്ന ഒരു നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റമാണ്. അത് നമ്മൾ അതിൻ്റെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഹാമർ വെച്ചിട്ട് അടിക്കാം.
മാക്സിമം ഇത് പഴയതിൻ്റെ ചിലപ്പോൾ നല്ല തേയ്മാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഇടുന്നതായിരിക്കും ബെസ്റ്റ്. 2 വാങ്ങിക്കുക, ചെറിയ പൈസയേ ഉള്ളൂ. അതുപോലെ തന്നെ ബോൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ കറക്റ്റ് വെക്കുക. ഹാമർ വെച്ചിട്ട് ഇതും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഹാമർ വെച്ചിട്ടാക്കിയിട്ട് അതിൻ്റെ വാഷേഴ്സ് വരുന്നുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. യാതൊരു ഡിഫിക്കൽട്ടീസും ഇല്ല. ഈസി ആയിട്ട് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ ഈ ഒരു മൂവ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വേണ്ടത്. നമുക്ക് എത്ര ഗിയേഴ്സ് ആണ് ഉള്ളത് അതിന് കണക്കായിട്ട് ഇത് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ വീഡിയോയിൽ കാണിക്കുകയാണ്. കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഗിയർ മാറ്റുന്നതിന് കണക്കായിട്ട് ഗിയർ താഴോട്ടും മുകളിലോട്ടും ചെയിൻ താഴോട്ടും മുകളിലോട്ടും സ്പോക്കറ്റിൽ നിന്ന് കൃത്യമായിട്ട് താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന സമയത്ത് ഓയിൽ കൃത്യമായിട്ട് എല്ലാ പോർഷനിലും എല്ലാ ജോയിൻസിലും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ചും കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ 2 സ്ക്രൂസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അഥവാ ഗിയർ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കമൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം. ബൈ.